എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡേ 3 ആണ് ട്രെയിനിലെ. ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതാണ്. അങ്ങനെ രാവിലെ പതിവ് പോലെ ഇത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതുവരെ കണ്ട പ്രകൃതിയും ചുറ്റുപാടുകളും ഒക്കെ മാറി. ഇതുവരെ നമുക്ക് പച്ചപ്പും ഹരിതാരി പിന്നെ മഴയും വെള്ളവും ഒക്കെ ആയിരുന്നു കണ്ടെങ്കിൽ ഇപ്പം ചൂടും പിന്നെ കൃഷിസ്ഥലങ്ങൾ. ഇവിടെ നിറയെ കൃഷിയുണ്ട്. നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട്. കാണാൻ നല്ല രസമാണ്. പോകുന്ന റൂട്ടിലും ഹൈവേയുടെ സൈഡിലും എല്ലായിടവും കൃഷികളാണ്. കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ. കാണാനും രസമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ട്രെയിൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ നമ്മളൊരു 5-6 മണിയോളമായി ചെന്നപ്പോൾ അവിടെ ചെല്ലാനായിട്ട് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പനിയായിരുന്നല്ലോ. അപ്പോൾ അല്ലിക്ക് മരുന്നൊക്കെ കൊടുത്താണ് നമ്മൾ ഈ കൊണ്ടുപോകുന്നത്. അല്ലിയുടെ മെഡിസിനാണ് ഇതൊക്കെ. പിന്നെ ട്രെയിനിൽ കുട്ടികളും ഒക്കെ ആയിട്ട് മോളും കമ്പനി ആയത് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ പിള്ളേരുടെ പാട്ട് ബഹളം മുത്തും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്റ്റോപ്പ് മുമ്പിലായിട്ട് നിസാമുദ്ദീനാണ് ഇറങ്ങേണ്ടത്. പക്ഷേ അതിന് ഒരു സ്റ്റോപ്പ് മുമ്പിലായിട്ട് നമ്മളുടെ ട്രെയിന് ലൈൻ പൊട്ടിപ്പോകും അങ്ങനെ ചെയ്തു. അപ്പോൾ അത് ശരിയായി വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് ഇറങ്ങി. അതിനപ്പുറം ഇറങ്ങി ഒരുപാട് ചുറ്റി വരണം. അപ്പോൾ ഈ ഒരു ഇടം ക്രോസ് ചെയ്ത് വന്നാൽ വേഗം വരായിരുന്നു. അങ്ങനെ നമ്മളും ലഗേജ് എടുത്ത് ഇപ്പുറം ചാടി. അതുകൊണ്ട് ഉപകാരമായി കേട്ടോ. മറ്റേ നിസാമുദ്ദീൻ ഇറങ്ങി ഒരുപാട് ഇറങ്ങി വരണം. നടന്ന് വന്നാലേ കാറ് കയറാൻ പറ്റുള്ളൂ. ഇത് എളുപ്പമായിരുന്നു. അങ്ങനെ സാധനമൊക്കെ ആയിട്ട് വന്നു. ഇതാണ് അക്ഷർധാം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. എനിക്ക് വന്ന് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ഇതിനുള്ളിൽ ഫുള്ളും വജ്രവും രത്നവും ഗോൾഡും ഒക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത്. ഉൾഭാഗം ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഉള്ളിൽ ഒരു സാധനം പോലും കയറ്റത്തില്ല. ബാഗ് സാധനങ്ങളോ അതൊന്നും കയറ്റില്ല. നമ്മളെ വരെ ചെക്ക് ചെയ്ത് വെച്ച് ഉള്ളിൽ കയറ്റുള്ളൂ. ക്യാമറയൊന്നും അലൗഡ് അല്ല. അത് കാരണം കൊണ്ട് അതിനകത്തിലെ ഫോട്ടോ ഒന്നും കാണിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഡൽഹി വരുന്ന വെച്ചാൽ കാണുക നല്ലതാണ്. ഇതാണ് വേസ്റ്റ് മല. ഇത് കംപ്ലീറ്റും വേസ്റ്റാണ്. ഭയങ്കര സ്മെല്ലും കാര്യങ്ങളുമായിട്ട് വേസ്റ്റും കൊണ്ടൊരു മല ഇങ്ങനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഫ്ലാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ പരുന്തും കഴുകനും കാക്കയും ഒക്കെ പറക്കുന്നുണ്ട്. ആ വേസ്റ്റ് മലയുടെ മണ്ടയ്ക്ക് JCB കൊണ്ട് മാന്തുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്മെല്ലും ഒക്കെ ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ അപ്പുറം കണ്ടോ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് ധാരാളം. ഇവരെങ്ങനെ ഇതിനകത്ത് കഴിയുന്നെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്കും പണ്ടലാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി. നമ്മൾ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് ട്രെയിൻ ഇറങ്ങും എന്നുള്ളതായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ഇച്ചിരി ലേറ്റ് ആയത് കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മളൊരു ധാബയിൽ ശിവ ധാബ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ പേര്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കഴിച്ചു. ഏട്ടനിങ്ങനെ റൊട്ടിയും പിന്നെ മഷ്റൂം കറിയാണ് കഴിച്ചത്. ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മസാല ദോശ. ഇവിടെ നല്ല രുചിയുണ്ട്. നേരത്തെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ തന്നെ വന്നത്. അങ്ങനെ നമ്മളവിടെ എത്താറായി. ഇപ്പം തന്നെ ഏകദേശം ഒരു 5:30-6 മണിയോളം ആയി നമ്മളെത്തിയപ്പം. ചായയൊക്കെ കുടിച്ചിട്ടാണ് ചെന്നെങ്കിലും നമ്മളെ അടുത്തുള്ളവരൊക്കെ നമുക്ക് ഇതിന് ചായയും അതും ഇതൊക്കെ കൊണ്ടുവന്നു. നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അങ്ങനെ ഞാനും അല്ലിയും കുറേ ലഗേജും ബാക്കിലും ഏട്ടൻ്റെ മോളും ഫ്രണ്ടിലും അങ്ങനെയാണ് ഇരുന്നത്. അപ്പം സന്ധ്യയാവാറായി. പിന്നെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിപാടികളുണ്ടല്ലോ. ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് ബാക്കി. അങ്ങനെ പിന്നെ പോയി. പിന്നെ നമ്മുടെ അവിടെ ഒരു ചേച്ചി ഉണ്ടല്ലോ. അപ്പോൾ ചേച്ചീനോട് വിളിച്ച് പറഞ്ഞിരുന്നു ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കണമെന്ന്. എന്നാലും നമുക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ നമ്മളുടെ കോമ്പൗണ്ടിനുള്ളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഇവിടെ അല്ല നമ്മൾ താമസിക്കുന്നത്, കുറച്ചുകൂടെ അപ്പുറമാണ്. അങ്ങനെ ഈ പോകുന്ന വഴിക്കാണ് ഏട്ടൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലമൊക്കെ. ഇവിടെയൊക്കെയും ഫുൾ ഫാമിലികളും കാര്യങ്ങളുമാണ്. അത് ഇവിടെയൊക്കെ ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇതിന് പോകുന്ന ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ശ്മശാനം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഈ ബ്രിട്ടീഷുകാരെ അടക്കം ചെയ്തേക്കുന്നതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടെ അടിനാശം ഒക്കെ നടന്ന് തട്ടിപ്പോയവരെയൊക്കെ കൊണ്ടുവന്ന് അടക്കം ചെയ്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു സെക്യൂരിറ്റിയും ഒരു പട്ടിക്കുട്ടനും ഒക്കെ ഉണ്ട്. ഇതിനുള്ളിലൊക്കെ ശവകുടീരങ്ങളാണ്. ഒക്കെ ആണെങ്കിൽ ഒരു തവണ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ നേരത്തെ താമസിച്ചിരുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ അപ്പുറം പോയി. അപ്പുറമാണ് ഇപ്പം താമസിക്കുന്നത്. അവിടെയാണ് ഫ്രണ്ട്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങ് മാറിയതാണ്. ഇവിടെ അങ്ങനെ അധികം ആരും ഇല്ല, നമുക്കറിയാവുന്നവരാരും ഇല്ല എന്നാണ്
പശുക്കുട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ദീപാവലി വ്ലോഗും ഒക്കെ അടുത്തതിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.